നബിദിനത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാമേളയിൽ എനിക്ക് അവസരം നിങ്ങളെ അഭിമുഖീകരിച്ച് പ്രസംഗിക്കാൻ എനിക്ക് ആയുസ്സും ആരോഗ്യവും തന്ന അള്ളാഹുവിനെ ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ സ്റ്റേജ് എനിക്ക് അനുവദിച്ചു തന്ന ഈ കമ്മിറ്റി ഭാരവാഹികളോടും ഞാൻ എൻ്റെ ആദ്യമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ പേര് കൊടുക്കുമ്പോൾ തന്നെ മൻസൂർ എന്നോട് പറഞ്ഞിരുന്നു, അള്ളാഹുവിനെ റസൂലിനെ പറ്റിയിട്ടോ പറയാൻ പാടുള്ള, വേറൊന്നും പറയാൻ പാടില്ല എന്ന് മൻസൂർ എനിക്ക് വാക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അതോ പറയാൻ പാടുന്നുള്ളൂ. അതോടനുബന്ധിച്ച് നമ്മുടെ ജമാഅത്തിന്റെ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ചെറുതായിട്ട് വിശദീകരിക്കുന്നു. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ നാട് ഏറ്റവും അള്ളാഹു അനുഗ്രഹിച്ച നാടാണ്. ഞാൻ നിങ്ങളോട് ഒരു കാരണസഹിതം നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കോഴിക്കോട് ഇതേമാതിരി തീരപ്രദേശത്ത് 2 കിലോമീറ്റർ കിഴക്ക് ഭാഗത്തേക്ക് അവിടെ കിണർ കുത്തിയാലും അവിടെ കിട്ടുന്നത് ഉപ്പുവെള്ളമാണ്. നമ്മുടെ ഈ നാട്ടില്, നമ്മുടെ ഈ കടൽ തീരത്ത്, അതിന്റെ സമീപം നമ്മൾ കിണർ കുത്തിയാണെങ്കിൽ നമുക്ക് നല്ല സ്വീറ്റ് വാട്ടർ, നല്ല കുടിക്കാനുള്ള വെള്ളം കിട്ടുന്നത്. അൽഹംദുലില്ലാഹ്, നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ ഈ നാട് റഹ്മത്ത് നമ്മൾ അള്ളാഹു അനുഗ്രഹിച്ച നാടാണെന്ന്. നിങ്ങൾ 1995 ഡിസംബർ 26-ാം തീയതി സുനാമി ഉണ്ടായി. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സുനാമി ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇന്തോനേഷ്യയില് ആ നാട്ടിലെ ജക്കാർത്ത എന്ന ആ ദ്വീപില് ഒരു ഭൂകമ്പം ഉണ്ടായി. രാവിലെ 4:30 മണിക്കുണ്ടായ ഭൂകമ്പത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒഴുകിപ്പോയി കടലിലേക്ക്. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല അവര്. ഭൂകമ്പത്തെ ആ സുനാമിയില്, അതേ സുനാമി ഇപ്പൊ ഈ നമ്മുടെ ഇന്ത്യന്റെ പടിഞ്ഞാറ് ഭാഗം കേരളം, ഇതിന്റെ കിഴക്ക് ഭാഗം ആന്ധ്രാപ്രദേശ്. ആ ആന്ധ്രാപ്രദേശിന്റെ തീരപ്രദേശത്ത് രാവിലെ കടലിൽ പോവാൻ ഉറങ്ങിക്കിടന്നവരുടെ അവിടെ സുനാമി ഉണ്ടായി. ആയിരക്കണക്കിന് ആൾക്കാർ കടലിലേക്ക് ഒഴുകിപ്പോയി. അവര് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റില്ല അവർക്ക്. നമ്മുടെ അതേ ദിവസം രാവിലെ 8:30 മണി 9 മണി ആകുമ്പോൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ പ്രദേശങ്ങളിൽ സുനാമി ഉണ്ടായി. 100 കണക്കിന് ആൾക്കാർ ഒലിച്ചുപോയി, വീട് വരെ ഒലിച്ചുപോയിട്ടുണ്ട്. അന്ന് രാത്രി, നിങ്ങൾക്ക് കുറച്ച് മുതിർന്നവർക്ക് നല്ല ഓർമ്മയുണ്ട്, അന്ന് രാത്രി ഇവിടെ സൈറൻ അടിച്ചിട്ട് പോലീസ് റോഡിന് പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന എല്ലാവരെയും ഈ കിഴക്ക് ഭാഗം സ്കൂളിലെല്ലാം താമസിപ്പിച്ചില്ല. ഇവിടെ സുനാമി ഉണ്ടായ അന്ന് രാത്രി നിങ്ങൾ കടൽ പോയി നോക്കിന, കടൽക്കര വളരെ ശാന്തം. മനസ്സിലായ? അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടാവും ആ കടലിനോട്, ആ മീനപ്പീസില്ല മുസ്ലിം ജനങ്ങള് എനിക്ക് വേണ്ടി തഖ്വ ചെയ്യുന്നവരാണ്, എനിക്ക് വേണ്ടി സക്കാത്ത് ചെയ്യുന്നവരാണ്, അതുകൊണ്ട് ഇനി അനങ്ങിപ്പോവരുത്. ഇബ്രാഹിം നബിനെ ഈ കുണ്ടത്തിലേക്ക് എറിയുമ്പോ ജിബ്രീലിനോട് പറഞ്ഞില്ല അള്ളാഹു അടുക്കണമെന്ന്. ഇബ്രാഹിം നബി ഇസ്മായിൽ നബിനെ അറുക്കാൻ വേണ്ടി നിൽക്കുമ്പം ജിബ്രീലിനെ ഇറക്കി ആട്ടിനെ കൊടുത്തില്ല. അതേ അള്ളാഹു നമുക്കിപ്പോഴുള്ളത്. യൂനുസ് നബിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ല. അതേ അള്ളാഹു തന്നെ നമുക്കുള്ളത്. ആ അള്ളാഹുവിന്റെ ഈ ഭവനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിന്റെ ഈ കലിമ പഠിപ്പിക്കുന്ന ഈ മദ്രസ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജമാഅത്ത് കമ്മിറ്റി ചെലവിനൊത്തുള്ള വരവില്ലാത്തത് കൊണ്ടാണ് ആ സംഖ്യ വർദ്ധിപ്പിക്കാൻ കാരണം. എന്നോട് ഞാൻ എല്ലാ വീടും എല്ലാ മാസവും പോകുന്നുണ്ട്. എത്രയോ സഹോദരിമാർ പറഞ്ഞിട്ടുണ്ട് എന്നോട്, മൊയ്തീൻ കുഞ്ഞ് എനിക്ക് അവര് 50 അല്ല 100 പറഞ്ഞാൽ ഞാൻ തരാൻ തയ്യാറാണ്, ഞങ്ങൾ തരാൻ തയ്യാറാണ്. ആ സഹോദരന്മാർ അല്ലാഹു തആല ആരോഗ്യത്തിനെയും ആയുസിനെയും വർദ്ധിപ്പിക്കട്ടെ, അവരുടെ കുടുംബത്തെ റഹ്മത്ത് വർദ്ധിപ്പിക്കട്ടെ. അതാ പറയാൻ പോകുന്നത്. അതേ അല്ലാഹു തന്നെ ഇബ്രാഹിം നബിനെ രക്ഷപ്പെടുത്തിയ, യൂനുസ് നബിനെ രക്ഷപ്പെടുത്തിയ അതേ അല്ലാഹു തന്നെയാണ് നമ്മൾ.
ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അള്ളാഹു തആല നമ്മുടെ മുഖാന്തരം കാണിക്കുന്നു. എന്നിട്ട് നമ്മൾ വാശി പിടിച്ചിട്ട് കമ്മിറ്റി 50 റുപ്യ ആക്കിയത്. അതുകൊണ്ട് ഈ ഞാൻ മനസ്സോട് പറഞ്ഞ് മതിയാക്കണം. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അള്ളാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ 371